എല്ലാവർക്കും സുഖം തന്നെയാ. ഈ ആഴ്ച നമുക്കൊരു റവ ലഡു ഉണ്ടാക്കിയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അതിനെന്തെല്ലാം വേണ്ടത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ 1.5 കപ്പ് പഞ്ചസാര. എനിക്ക് പഞ്ചസാര കുറച്ചേ വേണ്ടൂ, അതുകൊണ്ട് 1.5 കപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് എടുക്കാം കേട്ടോ, പക്ഷേ കൂടുതലായിരിക്കും. പിന്നെ ഒരു 1/4 കപ്പ് മുന്തിരിയും 1/4 കപ്പ് അണ്ടിപ്പരിപ്പും. പിന്നെ ഒരു 7 ഏലക്കായ് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. അതാ ഇങ്ങനെയുള്ളത്. നിങ്ങൾക്ക് പിന്നെ മറ്റു ചായ അമ്മീമൊന്ന് പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിത് പഞ്ചസാര കൂട്ടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു 1/4 കപ്പ് നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. കഴിയുന്നു മീഡിയത്തിൽ കുറച്ച് താഴെ വെച്ചാൽ മതി കേട്ടോ, അല്ലേ അണ്ടിപ്പരിപ്പ് വേഗം ചോന്നു. അപ്പോൾ ഒന്ന് സാവകാശം ചോന്ന് വരട്ടെ. അത് ചോന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് ബലൂണായി വരുമ്പോൾ നമുക്കത് കോരി മാറ്റണം. കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കാം. റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഈ സമയത്തും ലോ ടു മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. കൈവെക്കാണ്ട് 10 മിനിറ്റോളം ഇളക്കിയാൽ മാത്രമേ നല്ല മൂത്ത് വരുള്ളൂ. നല്ലോണം മൂക്കും, എന്നാൽ കളറ് മാറുകയും ചെയ്യില്ല. കളറ് മാറാണ്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇറക്കി തണിയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര എടുത്ത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അതൊന്ന് വേഗം തണിയട്ടെ, റവ തണിഞ്ഞോട്ടെ. പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് കാണിച്ചു തരാം. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തണുത്ത റവ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിട്ടിട്ട് പൾസ് മോഡിലിട്ടിട്ട് ഒരു 2 ചുറ്റിയാൽ മതി കേട്ടോ. അധികം പൊടിഞ്ഞു പോറ്, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ മിക്സായി വരും. ഇത് നമ്മളെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ കിണ്ണത്തിലിട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കി ഒരു 1/4 കപ്പ് നെയ്യ് ഇതിൽ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇപ്പം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി 1/2 കപ്പ് നെയ്യാണ് ഇതിനാവശ്യം. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. കണ്ടൊന്ന് മിക്സ് ആകുമ്പോൾ ഇതിനൊരു മോയ്സ്ചർ ഇല്ലല്ലോ, ഒട്ടി നിൽക്കില്ല. അപ്പോൾ അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/4 കപ്പ് പാല്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാനൊരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചേ വേണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി, ആവശ്യത്തിനുള്ളത്. കൂടുതലായി പോരെ. ഇത് ഒന്നിങ്ങനെ പിടിച്ച് കിട്ടാൻ പാകത്തിന് മാത്രമേ പാല് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ പാല് ചേർത്ത് നല്ലോണം മുറുക്കി അമർത്തി പിടിച്ച് എടുത്ത് മാറ്റി വെക്കാം. കണ്ടോ, അന്നേരം ശരിക്ക് പിടിച്ചിട്ടിങ്ങ് കിട്ടാത്തേരാ കുറച്ചും കൂടി പാൽ ഒറ്റിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുക്കാവൂ, ഓരോ സ്പൂണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലോണം പിടിക്കുകയും കിട്ടും. അത് ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രമേ പ്രയാസം ഉണ്ടാവൂ. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം ഇറുകി പിടിച്ച് നിന്നോളും. പിന്നെ ലഡു പൊട്ടിപ്പോകുന്നില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരാളാരെങ്കിലും പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മധുര പലഹാരമല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.